നമസ്കാരം. ഞാൻ വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിർമ്മാണങ്ങൾ, പുതിയ വീടുകളുടെ പഴയ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ ഒക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന മാസങ്ങളാണ് ഇനി. ഏതാണ്ട് മെയ് വരെ ഉള്ള കാലഘട്ടങ്ങൾ. നമ്മുടെ ഈ കാലഘട്ടത്തെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഉത്തരായന കാലഘട്ടം എന്നാണ്. അതായത് പ്രകൃതി ഏറ്റവും ഗുണകരമായി, പ്രകൃതിയിലെ ഊർജവത്തായ മാറ്റങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ നടക്കുന്ന കാലമാണ് ഈ കാലം. അതുകൊണ്ട് തന്നെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇന്ത്യയിലാകെ നടക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഒരു മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഞാൻ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. ഒരുപാട് വീടുകൾ അവിടുത്തെ വീട് പണികൾ ആരംഭിച്ചിട്ട് നിലച്ചുപോയ, സ്തംഭിച്ചുപോയ ലക്ഷക്കണക്കിന് വീടുണ്ട് കേരളത്തിൽ. 10 വർഷമായി മുടങ്ങിക്കിടക്കുന്നവ, 5 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്നവ, 2 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്നവ, കല്ലിട്ട് കഴിഞ്ഞ് ഒന്നും ആകാതെ പോയവ, ഫൗണ്ടേഷൻ മാത്രമായവ, വാർത്തത് മാത്രമായവ. നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പോകും, നിങ്ങൾ തന്നെ കണ്ടു കാണും. എത്രയോ വീടുകളാണ് നിർമ്മാണം പൂർത്തീകരിക്കാനാകാതെ വന്നിട്ട് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതൊരു ഒരു വളരെ കൗതുകമായ ഒരു കാര്യം കൂടിയാണ്. ഒരു 3-4 ഫാക്ടർ ഉണ്ട് അതിനകത്ത്. ആ സംഭവത്തെ ഞാൻ ഈ അടുത്ത കാലത്തായി കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് വാസ്തു നോക്കാൻ പോയി. വളരെയേറെ നല്ല ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് മാസ വരുമാനമുള്ള ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹത്തിൻ്റെ വീട് പണി 2 നില വീടാണ്, വലിയ വീടൊക്കെയാണ്. പക്ഷേ 2 നില വീട് അത് ഒരു നില വാർത്ത് അതിൻ്റെ പകുതിയായി വേറൊന്നും ചെയ്യാൻ അതിന് കഴിയുന്നില്ല. ആ വീട് പണി സ്തംഭനാവസ്ഥയിലാണ് 9 വർഷമായി. ആരൊക്കെയോ വന്ന് നോക്കിയിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട് പണി ഞാൻ കഴിയില്ല. വീട് പണി ആരംഭിക്കുക, അപ്പോൾ അതിനൊന്നുമില്ല, വാഹനാപകടം ഉണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ വലിയ രോഗങ്ങളുണ്ടാകും, അതല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുക. പൈസ ബാങ്കിൽ കിടക്കൊണ്ട് ഇഷ്ടം പോലെ. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഞാൻ പരിശോധിച്ച് നോക്കി. ചെല്ലപ്പോഴേ ഈ കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് വീട് പണി സ്തംഭിച്ചു പോയതെന്ന്. അത് അതിനോട് ആരും പറഞ്ഞു കൊടുത്തില്ല. അവിടെ 7 8 വാസ്തു നോക്കുന്ന ആളുകൾ വന്നു പോയി എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വീട് പണി മാത്രം ഉയർന്നില്ല. നോക്കിയപ്പോൾ ഈ വീടിൻ്റെ മതിൽ കെട്ടാനായിട്ട് അദ്ദേഹം പാറ ഇറക്കി. വീട് തറയെല്ലാം കഴിഞ്ഞു, ഒരു നില വീടിൻ്റെ വാർപ്പും കഴിഞ്ഞു, ബാക്കി പാറ കിടക്കണം. 16 ലോഡ് പാറ, വലിയ ഏരിയയാണ്. ഈ 16 ലോഡ് പാറ അദ്ദേഹം ഇറക്കി ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടിട്ടിരിക്കുകയാണ്. അത് ആ വടക്ക് കിഴക്കായിട്ട് ഈ പാറ വന്നപ്പോൾ എന്തു പറ്റി? ഈശാന ഭാഗത്ത് ഭാരം കൂടി സ്തംഭിച്ചു പോയി വീട്. പിന്നെയും ഉണ്ടായിരുന്നു. അതൊരു ഫാക്റ്റാണ്.
രണ്ടാമത് സംഭവിച്ചത്, ഈ ഉദാഹരണം പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയുന്നത്, രണ്ടാമതുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഈ വീട് വെക്കാൻ പോകുന്ന വീടിനോട് ചേർന്ന് ആ പറമ്പിൻ്റെ ഒരു കുറച്ച്, ഈ പറമ്പെന്ന് പറയുന്നത് 40 സെൻറ്റിലെ പറമ്പാണ്. ആ പറമ്പിനോട് ചേർന്നിട്ട് ഓരോരോ വീടുകൾ, ആ വീടുകളുടെ കിണറുകൾ, ആ വീടുകളുടെ നിർമ്മാണങ്ങൾ, ആ വീടുകളുടെ തൊഴുത്തുകൾ ഒക്കെ ഇങ്ങനെ ഇതേ വസ്തുവില്ല. ഈ മതിൽ കെട്ടി മറച്ചില്ല എങ്കിലും സംഭവിക്കും, അത് ഈ വസ്തുവിനെയും ബാധിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ചെന്നിട്ട് ഈ പാറകൾ, ഈ പാറ JCB ഉപയോഗിച്ച് ഞാൻ തന്നെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ വീടിനെ ഈ പാറകൾ ഉപയോഗിച്ച് മതിൽ കെട്ടിയിട്ട് ഈ വീടിനെ പൂർണ്ണമായിട്ട് നമ്മൾ വേറൊരു എൻറ്റിറ്റി ആക്കി. അതൊരു 9 മാസം മുമ്പാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് പോയത്. അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടാവും. അത് ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വീട് പണി വളരെ ഉഷാറായി മാറി. അടുത്ത മകരമാസം അതിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റാണ്, നിങ്ങൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ നിങ്ങൾ വീട് വെച്ചിപ്പോൾ താമസിക്കുന്നവരാണെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുവന്ന് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഇടരുത്. വീടിൻ്റെ വടക്ക് കിഴക്ക് ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന വീടിൻ്റെ ആണെങ്കിലും പണി പൂർത്തിയായ വീടിൻ്റെ ആണെങ്കിലും വടക്ക് കിഴക്ക് തടികളോ ഭാരങ്ങളോ വന്നിരിപ്പുണ്ടെങ്കിൽ അത് അടിയന്തിരമായി ഒഴിവാക്കേണ്ടതാണ്. ആ ഭാരം ഒഴിവാക്കുമ്പോൾ മാറിപ്പോകുന്നത് നിങ്ങളുടെ പ്രതിസന്ധികളാണ്, മറന്നു പോകരുത്. ഇതേ ഫാക്ടർ ഇപ്പോൾ നിലവിലുള്ള വീടുകൾക്കുണ്ട്. ഞാൻ എത്രയോ വീടുകൾ കണ്ടിരിക്കുന്നു, എത്ര വീടുകൾ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ തടി കൊണ്ട് വെച്ചേക്കുക, വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഭാരം കയറ്റി വെച്ചേക്കുക, വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ പാറ വെച്ചേക്കുക, മണ്ണിറക്കി ഇടുക, എംസാൻഡ് ഇറക്കി ഇടുക, മണലിറക്കി ഇടുക, കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമെന്റ് ഒരു ഷെഡ് ഉണ്ടാക്കി അവിടെ വെക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ കാരണം നിങ്ങളുടെ വീട് പണി മുടക്കരുത്, നിങ്ങളുടെ വീട് പണി സ്തംഭിച്ചു പോകരുത്. നിങ്ങൾ വീട് പണി ചെയ്യുന്നതിന് മുമ്പ് വീട് പണി നിലച്ചു പോകാതിരിക്കാൻ, മറ്റ് പറമ്പുകളിലെ ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ള വസ്തുവിൽ മതിൽ കെട്ടണം. അത് തെക്ക് പടിഞ്ഞാറ് ഉയരമുള്ള മതിലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഉയരം കുറഞ്ഞ മതിലും കെട്ടുക. എന്നിട്ടോ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന വാതിൽ അത് എങ്ങോട്ടുള്ള ഇതാണെങ്കിൽ നിങ്ങൾ ആ വാതിൽ ഏത് വശത്തേട്ട് ഉള്ള ദിശയിലുള്ള വീടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് സാധനം കൊണ്ടുപോകുന്ന സ്ഥലം മാത്രം കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി ഇടുക. അത് നിർമ്മാണം കഴിഞ്ഞിട്ട് നമുക്ക് ആ വശം ഓക്കെ ആക്കാം. ഒരു കാര്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മതിൽ കെട്ടുമ്പോൾ ആ മതിൽ ഫൗണ്ടേഷൻ വന്ന് കണക്റ്റ് ആക്കി വെച്ചിരുന്നാൽ മതി. വണ്ടി അതിൽ കയറി ഇറങ്ങിക്കോളും. അപ്പോൾ വണ്ടി കയറാനുള്ള ഇടം മാത്രം ഇട്ടിട്ട് ബാക്കി മതിൽ കെട്ടിയാൽ വീട്ടിലെ ഇതുപോലെ ഭാരങ്ങൾ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വേണം സാധനങ്ങൾ, തെക്കോ പടിഞ്ഞാറോ വശങ്ങളിൽ വേണം ഷെഡ് കെട്ടാൻ, സിമെന്റൊക്കെ സൂക്ഷിക്കാൻ. തെക്ക് പടിഞ്ഞാറ് സ്ഥലങ്ങളിൽ വേണം കല്ലോ കട്ടയോ പാറയോ ഇറക്കാൻ. തെക്ക് പടിഞ്ഞാറ് സ്ഥലങ്ങളിൽ വേണം സിമെന്റിന് കെട്ടാനുള്ള ഷെഡ് ഉണ്ടാക്കാൻ. തെക്ക് പടിഞ്ഞാറ് സ്ഥലങ്ങളിൽ വേണം തടി കൊണ്ടുവയ്ക്കാൻ. അങ്ങനെ എല്ലാം നിങ്ങൾ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ മാത്രമേ വയ്ക്കാവൂ. വടക്ക് കിഴക്ക് സ്ഥലങ്ങളിൽ ഒരു ഭാരവും വയ്ക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ വീട് പണി വേഗം തീരാൻ കഴിയും. നമുക്ക് ഒറ്റ നല്ല വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 4-5 മാസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിയും. ഇരുനില വീടാണെങ്കിൽ നമുക്കൊരു 6 മാസം, 6 അല്ലെങ്കിൽ 6-8 മാസം മതിയാവും വീട് പണി പൂർത്തിയാക്കാൻ.
ഇത് ഈ ഈ ഈ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വലിയൊരു ഒരു രഹസ്യമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ മതിൽ കെട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ സൗന്ദര്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ലാതെ മറ്റ് വസ്തുക്കൾ, മറ്റ് നിർമ്മാണങ്ങളൊക്കെ പല പറമ്പിലും വന്നിട്ടുണ്ടാകും, പല കുഴികൾ വന്നിട്ടുണ്ടാകും, സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴികൾ വന്നിട്ടുണ്ടാകും, കുഴൽക്കിണറിൻ്റെയോ കിണറോ വന്നിട്ടുണ്ടാകും, കടകൾ വന്നിട്ടുണ്ടാകാം. സിറ്റിയിലൊക്കെ ആണെങ്കിൽ അത് വലിയ ഇഷ്യമാണ്. സിറ്റിയിലൊക്കെ ആണെങ്കിൽ കടകൾ വന്നിട്ടുണ്ടാകാം. അങ്ങനെ അവയൊക്കെ വരുമ്പോൾ അറിയാതെ വീടിൻ്റെ ഐശ്വര്യമാണ് മാറിപ്പോവുക. ഇപ്പോൾ ഞാനിത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനെ മതിൽ കെട്ടി മറച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മളെ അപ്പുറത്തെ ഒന്നും വാസ്തുദോഷം ബാധിക്കത്തേയില്ല. നമ്മുടെ പറമ്പിലുള്ള ദോഷങ്ങൾ മാത്രമേ നമ്മളെ ബാധിക്കുള്ളൂ. അതുപോലെ ചെയ്യേണ്ട ഒരു പ്രത്യേകത കാര്യം, ഈ പറമ്പിൽ നിങ്ങൾ വെക്കാൻ പോകുന്ന പറമ്പിൽ, നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന പറമ്പിൽ ഫൗണ്ടേഷൻ വരാതെ, വീടിൻ്റെ തറ വരാതെ കിണറിന് സ്ഥാനം കാണുന്ന ഒരിക്കലും അഭികാമ്യമല്ല, നല്ലതല്ല. പിന്നെ വലിയ പറമ്പാണെങ്കിൽ നമുക്ക് അതേപ്പറ്റി ആലോചിക്കാം. വലിയ പറമ്പ് എന്ന് പറയുമ്പോൾ ഒരു 1-2 ഏക്കർ വരുന്ന പറമ്പാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനു മുൻപ്, നമുക്ക് വീട് വെക്കുന്നതിന് മുമ്പ് വേണേൽ, തറ കെട്ടുന്നതിന് മുമ്പ് നമുക്ക് കിണർ സ്ഥാനം കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ചെറിയ പറമ്പ്, ഒരു 50 സെന്റിനകത്തുള്ള പറമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വീടിൻ്റെ തറ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കിണറിന് സ്ഥാനം കാണാവുള്ളൂ. അല്ലെങ്കിൽ ഈ വീടിൻ്റെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വീടിൻ്റെ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരുപാട് വീടുകൾ കണ്ടൊരു ദോഷം കൂടിയാണത് കേട്ടോ. വീടിൻ്റെ മൂലകൾ, വീടിൻ്റെ മധ്യങ്ങൾ, വീട് വാർത്തു വരുമ്പോൾ അതിൻ്റെ ഓരോ മൂലയിൽ നിന്നും ഊർജങ്ങൾ പുറത്തേക്ക് വമിക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പുറത്തേക്ക് വമിക്കുന്ന ഊർജങ്ങൾ കിണറിൽ പോയി വീടരുത്. കഷ്ടകാലവും കണ്ണീരും ഒഴിയില്ല. അങ്ങനെയുള്ള വീട്ടിൽ വെച്ചുപോയ വീട് ഒരുപാടുണ്ട്. വീടിനുള്ളിൽ കയറി നിൽക്കുന്നുണ്ട് കിണർ ഒരുപാട് സ്ഥലങ്ങളിൽ. അങ്ങനെ വീടിനുള്ളിൽ കിണർ വന്ന് കയറുന്ന വീടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഷ്ടകാലങ്ങളും കണ്ണുനീരും രോഗങ്ങളും ഒഴിയില്ല. കിണർ സ്ഥാനത്തായിരിക്കും. കിണറിന് സ്ഥാനം 3 സ്ഥാനമേ ഉള്ളൂ. വടക്ക്, കിഴക്ക്, വടക്ക് കിഴക്ക്. വേറെ എങ്ങും കിണറിന് സ്ഥാനമില്ല. അതുകൂടി നിങ്ങൾ മറക്കരുത്. ഏറ്റവും നല്ല സ്ഥാനമാണ് വടക്ക് കിഴക്ക് ഭാഗത്തെ കിണർ. വടക്ക് കിഴക്കേ ഭാഗത്തെ കിണർ വീടിൻ്റെ ഒരു കോണിനെയും ടച്ച് ചെയ്യാതെ എടുത്താൽ അത് ഐശ്വര്യത്തിൻ്റെ കിണറായിത്തീരും, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കിണറായിത്തീരും. അതുകൂടി വീട് വെച്ച് കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട് വയ്ക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരിടത്ത് വീടിൻ്റെ ഒരു കറക്ഷൻ വാസ്തു നോക്കാനായിട്ട് ഞാൻ പോയി. ഞാനവിടെ ചെയ്യുമ്പോൾ മനോഹരമായ വീടാണ്. ഈ മനോഹരമായ വീട്ടിൽ വാസ്തുദോഷങ്ങൾ, വീടിനുള്ളിൽ വാസ്തുദോഷങ്ങൾ പറയാവുന്ന വാസ്തുപ്രശ്നങ്ങൾ കണ്ടില്ല. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് വീടിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു ശകലം ഒരു ഇച്ചിരി ഗ്രേവായ പ്രശ്നമായിരുന്നു. അതായത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂം ഉണ്ടല്ലോ, ആ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂമിൽ നിന്ന് വടക്ക് കിഴക്കിലേക്ക് വരുന്ന പ്രധാനമായ ഒരു ഊർജമുണ്ട്. അത് മഹാമർമ്മം വഴി കടന്നു വരേണ്ട ഊർജമാണ്. ഈ മർമ്മത്തും നിർമ്മാണം വന്നു. ഒപ്പം ആ തെക്ക് പടിഞ്ഞാറ് മുറിയുടെ കട്ടള വെച്ചതൊന്ന് മാറിപ്പോയി. അപ്പോൾ ആ ഊർജ്ജം അവിടെ തടയപ്പെട്ടു. അത് ഞാൻ കണ്ടുപിടിച്ചു, അത് സെറ്റപ്പാക്കി അവിടെ ഒരു ചെറിയ ഓപ്പണിങ്സ് കൊടുത്ത് അത് ശരിയാക്കി വെച്ചു. അതെല്ലാം കഴിഞ്ഞ് പറമ്പിലിറങ്ങുമ്പോഴാണ് കണ്ടത്, വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല, വീടിൻ്റെ വാർപ്പിൻ്റെ വടക്ക് കിഴക്കേൻ്റെ 2ാം നിലയുടെ വടക്ക് കിഴക്കേ മൂല വടക്ക് കിഴക്കാണ് കണ്ടുള്ളത്. പക്ഷേ ഈ വീടിൻ്റെ മുഴുവൻ മൂലകളും അവിടുത്തെ വീടിൻ്റെ വടക്ക് കിഴക്കുള്ള കിണറിൻ്റെ മധ്യഭാഗത്തോട്ടാണ് പോയേക്കുന്നത്. അവിടെ
അതിൽ നിന്ന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒരു കുട്ടി ചെറുപ്പത്തിലെ ക്രോണിക് ഷുഗർ രോഗം ബാധിച്ച് മരിച്ചുപോയി. ക്രോണിക് ജന്മനാ ഉള്ള അത് ആ വീട് വച്ചതിന് ശേഷമാണ് ആ കുട്ടി ഉണ്ടായത്. അതിനുശേഷമാണ് അത് മരിച്ചുപോയത്. വേറെ ഒരു കുട്ടി സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ ഭയങ്കര രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വടക്ക് കിഴക്ക് ദിശകൾ, വടക്ക് സ്ത്രീയെ ഭരിക്കുമ്പോൾ കിഴക്ക് പുരുഷനെ ഭരിക്കും. എന്നാൽ ഈ വടക്ക് കിഴക്ക് ഭാഗം സ്ത്രീയെ പുരുഷനെ ഒരുപോലെ ബാധിക്കുന്നതാണ്. ഇദ്ദേഹവും രോഗിയായി, അതിൻ്റെ വൈഫും രോഗിയായി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കിണറിൻ്റെ ഒരു നിർമ്മാണ വൈകല്യം വന്നപ്പോൾ ആ വീട്ടിലെ മുഴുവൻ പേരും രോഗിയായി, ഒരു കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ വീട്ടിലെ ഏറ്റവും വലിയ വാസ്തുദോഷമായിരുന്നു ആ കിണറിൻ്റെ സ്ഥാനം. മറന്നു പോകരുത്. ബാക്കി എന്ത് ചെയ്തിട്ടുണ്ട് കാര്യം? ആ കിണർ നമുക്ക് ആ കിണറവിടെ നിർത്താൻ കഴിഞ്ഞില്ല. കാര്യം ആ കിണർ അവിടെ നിൽക്കുന്ന അതിനകത്ത് വീടിനെ മതിൽകെട്ടിൽ നിന്ന് മറയ്ക്കാൻ പറ്റില്ല. ആ വീടിൻ്റെ ഏരിയ ആണത്. വീടിനെ മതിൽകെട്ടി മറച്ചാൽ കിണറിൻ്റെ പ്രശ്നം മാറില്ല. കാര്യം നമ്മുടെ പേരിലുള്ള സ്വന്തം വസ്തുവാണ്. മറ്റുള്ളവരുടെ വസ്തുവിലെ മതിൽകെട്ടിയാൽ നമ്മുടെ ദോഷം മാറുള്ളൂ. നമ്മുടെ പേരിലിരിക്കുന്ന വസ്തുവിൽ വടക്ക് കിഴക്ക് കിണർ വരിക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഈ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം കിണറിനുള്ളിലായിപ്പോയി. പിന്നെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല, മൂടാൻ പറഞ്ഞു. അദ്ദേഹം അത് മൂടി. കുറച്ച് മുമ്പ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. രോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വലിയ മാറ്റമുണ്ട് രോഗങ്ങൾക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി എനിക്ക്. ഇതും ഒരു ഉദാഹരണമാണ്, നിങ്ങളുടെ മുമ്പിൽ വരേണ്ട ഒരു വലിയ ഉദാഹരണമായി നിങ്ങൾ കരുതേണ്ടതാണ്. ഒരുപാട് വീടുകളിൽ വീടിൻ്റെ കന്നിമൂല കിണറിൽ പോകുന്ന വീടുകളുണ്ട്, വീടിൻ്റെ അഗ്നിമൂല കിണറിൽ പോയി പതിക്കുന്ന വീടുകളുണ്ട്, വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂല കിണറിൽ പോയി പതിക്കുന്ന വീടുകളുണ്ട്. അത് കരുതണം. അത് നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഒരിക്കലും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. വെച്ചുപോയ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കിണറുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇതുപോലെ തന്നെയാണ് ഒരുപാട് വീടുകളിൽ സെപ്റ്റിക് ടാങ്ക് വന്നിട്ട് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ഈ കിണറിന് സമാനമായ കാര്യം തന്നെയാണ് സെപ്റ്റിക് ടാങ്കിന് സംഭവിക്കുക. വീടിൻ്റെ ഏറ്റവും പ്രധാന ഊർജ സ്രോതസ് കേന്ദ്രങ്ങളും മൂലകളും മധ്യഭാഗവുമാണ്. അത് മറക്കാതിരിക്കുക. വികേന്ദ്രീകൃത എനർജി സംവിധാനമാണ് നമ്മുടെ ഭൂമിയിൽ വീടുകൾക്ക് ബാധകമായി വരിക. ആ വികേന്ദ്രീകൃത ഊർജ സംവിധാനം, മൂലകളിലൂടെ ഒഴുകി വരുന്ന ഊർജങ്ങൾ, കിണറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെപ്റ്റിക് ടാങ്കിനെയും ടച്ച് ചെയ്യാതെ വേണം പോകാൻ. അങ്ങനെ ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ വീട്ടമ്മമാർക്കും ഗൃഹനാഥന്മാർക്കും മാത്രമല്ല, ആ വീടൊന്നാകെ വിഷമത്തിലായിക്കൊണ്ടേയിരിക്കും. വലിയ അപകടങ്ങൾക്ക് അത് സാധ്യതയുള്ളതാണ്, വലിയ രോഗങ്ങൾക്ക് അത് സാധ്യതയുള്ളതാണ്, വലിയ മനോവ്യസയ്ക്ക് അത് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വെച്ചുപോയ വീടുകളിൽ സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്, ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. വെക്കാൻ പോകുന്ന വീടുകൾ കരുതി ചെയ്യേണ്ടതാണ്. ഞാൻ ഇന്നീ പറഞ്ഞ വാസ്തുവിജ്ഞാനം നിലവിലുള്ള വീടുകൾക്കും ബാധകമാണ്. ഇനി അടുത്ത ഈ മാസം മുതൽ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്കും വളരെയേറെ ബാധകമാണ്. വളരെ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. ക്ഷമയോടെ ശ്രദ്ധയോടുകൂടി പുതിയ വീട് പണി ആരംഭിക്കുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളെ നിങ്ങളാക്കുന്നത് നിങ്ങളുടെ വീടുകളാണ്. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ വീടുകൾ. നിങ്ങളുടെ ഐശ്വര്യവുമാണ് നിങ്ങളുടെ വീടുകൾ. നിങ്ങളുടെ ഐശ്വര്യവും ഐശ്വര്യക്കേടുമാണ് നിങ്ങൾ വയ്ക്കുന്ന വീടുകൾ. പാളിച്ചകൾ ഉണ്ടാകരുത്. ശ്രദ്ധയോടെ സൂക്ഷ്മമായി ഐശ്വര്യമായി വീട് പണി പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിലുള്ള വീടുകളുടെ ദോഷങ്ങൾ മാറിപ്പോകേണ്ടതുണ്ട്. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.